പഠിപ്പുര മാത്സ് ട്യൂഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് രണ്ടാമത്തെ പാഠമായ ഭിന്നസംഖ്യകൾ അല്ലെങ്കിൽ എന്താ പറയാ ഫ്രാക്ഷൻസ്. ഈ പാഠഭാഗത്തിൽ നമ്മൾ കുറച്ച് ഗുണനവും മടങ്ങും ഹരണവും എല്ലാം പഠിക്കുന്നത്. ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒരു പാക്കറ്റിൽ 2 കിലോഗ്രാം പഞ്ചസാര. ഇത്തരം 4 പാക്കറ്റിൽ ആകെ എത്ര കിലോഗ്രാം? എന്താ ക്വസ്റ്റ്യൻ? ഒരു പാക്കറ്റിൽ 2 കിലോഗ്രാം പഞ്ചസാര ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 4 പാക്കറ്റിൽ ആകെ എത്ര കിലോഗ്രാം ഉണ്ടാവും? നമുക്ക് നോക്കാം. ഓക്കെ, ഒരു പാക്കറ്റിലെ പഞ്ചസാരയുടെ അളവ് അല്ലേ? അളവ് എത്രയാ? നമുക്കറിയാം എത്രയാ? 2 കിലോഗ്രാം അല്ലേ? 2 കിലോഗ്രാം. എന്താ ക്വസ്റ്റ്യൻ? ഇത്തരം 4 പാക്കറ്റിൽ ആകെ എത്ര കിലോഗ്രാം പഞ്ചസാര ഉണ്ടാവും അല്ലേ? നമുക്കറിയാം ഒരു പാക്കറ്റിൽ എത്ര? 2 കിലോഗ്രാം. അപ്പൊ എന്തൊക്കെ കാണണം? 4 പാക്കറ്റല്ലേ? അപ്പോ 2 കിലോഗ്രാമിന്റെ 4 മടങ്ങ് കണ്ടാൽ മതി. മനസ്സിലായില്ലേ? 2 കിലോഗ്രാമിന്റെ 4 മടങ്ങ്. 4 മടങ്ങ് എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? 2നെ 4 കൊണ്ട് ഗുണിക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഈ 2നെ 4 പ്രാവശ്യം കൂട്ടുക. 2 കൂട്ടണം 2 കൂട്ടണം 2 കൂട്ടണം 2. ഓക്കെ, 2 ഗുണിക്കണം 4 എത്രയാ? 8. 2നെ 4 പ്രാവശ്യം കൂട്ടിയാൽ എത്രയാണ്? 8. 2 4 6 8 സമം 8 കിലോഗ്രാം. 8 കിലോഗ്രാം. ഈസി അല്ലേ? അപ്പൊ മടങ്ങ് എന്ന് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഗുണിക്കുക ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? മടങ്ങ് എന്ന് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഗുണിക്കുക ചെയ്യേണ്ടത്. ഇനി നോക്കിയേ, അതേപോലെ തന്നെ ഒന്നുകിൽ നമുക്ക് ഗുണിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ആ സംഖ്യനെ 4 പ്രാവശ്യം കൂട്ടിയാലും മതി. കൂട്ടിയാലും ഇതേ ഉത്തരം കിട്ടും. ഈസിയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 1/4 കിലോഗ്രാം വീതം ഭാരമുള്ള 2 കഷ്ണം മത്തങ്ങയുടെ ആകെ ഭാരം എത്ര കിലോഗ്രാം ആണ്? 4 കഷ്ണങ്ങളുടെ ഭാരമോ 6 കഷ്ണമായാലോ? അപ്പൊ ആദ്യം ഒന്ന് കണ്ടുപിടിക്കണം. പിന്നെ ഒരു കഷ്ണം മത്തങ്ങയുടെ ഭാരം എത്ര അറിഞ്ഞിരിക്കണം അല്ലേ? 1/4 കിലോഗ്രാം വീതം ഭാരമുള്ള 2 കഷ്ണം മത്തങ്ങയാണ് അല്ലേ? അപ്പോ ഒരു കഷ്ണം മത്തങ്ങയുടെ ഭാരം എത്രയായിരിക്കും? ഒരു കഷ്ണം മത്തങ്ങയുടെ ഭാരം എന്ന് പറഞ്ഞാൽ എത്രയാ? നമുക്കറിയാം എത്രയാ? 1/4 അല്ലേ? 1/4 എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല, 1/4 കിലോഗ്രാം. 1/4 കിലോഗ്രാം അല്ലേ? ഓക്കെ, എത്ര മത്തങ്ങയുള്ളത്? 2 കഷ്ണം അല്ലേ? അപ്പൊ എന്ത് ചെയ്താ? 2 കഷ്ണം മത്തങ്ങയുടെ ഭാരം അതിലേ കണ്ടുപിടിക്കേണ്ടത്. ഭാരം ഈസ് ഈക്വൽ ടു നോക്കിയേ, ഒരു കഷ്ണം മത്തങ്ങയുടെ ഭാരം എത്രയാ? 1/4 അല്ലേ? 1/4. അപ്പൊ 2 കഷ്ണം മത്തങ്ങയുടെ ഭാരം എങ്ങനെ കണ്ടുപിടിക്കുക? ഈ 1/4ന്റെ 2 മടങ്ങ് കണ്ടാൽ മതി. അപ്പൊ എങ്ങനെ വരും? 1/4 ഗുണിക്കണം 2. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? 1/4 കൂട്ടണം 1/4. 1/4 2 പ്രാവശ്യം കൂട്ടുക. എത്ര കിട്ടും നോക്കിയേ? 2/4. 2/4 എന്ന് പറഞ്ഞാൽ എത്രയാ? നോക്ക്, 2 4 എത്ര? 2 ഉണ്ട്. 2 അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? കട്ടാക്കാം. അപ്പൊ ഇവിടെ 2 കാരണം 2ന്റെ കൂടെ 2 എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം. അപ്പൊ ഈ 2 പോവും, 2 ഇവിടെ വരും. അപ്പൊ എങ്ങനെ വരും? 1/2 കിലോഗ്രാം. 1/2 കിലോഗ്രാം. മനസ്സിലായില്ലേ? അപ്പൊ ഇതെത്രയാ? അപ്പൊ ആദ്യം മനസ്സിലാക്കുന്നത് എത്രയാ? നോക്കിയേ, 1/4 എങ്ങനെ പറയുക? 1/4. 1/2 എന്ത് പറയും? അര. പിന്നെയോ 3/4 മുക്കാൽ. മനസ്സിലായില്ലേ? 1/4 എന്ന് പറഞ്ഞാല് 1/4ആണ്. 1/2 എന്ന് പറഞ്ഞാൽ അരയാണ്. 1ന്റെ പകുതി അത് അര. മനസ്സിലായില്ലേ? പിന്നെയോ 3/4 എന്ന് പറഞ്ഞാൽ മുക്കാൽ. 3/4ന്റെ അപ്പുറം 1/4 കൂട്ടിയാൽ എത്ര കിട്ടും? 1 കിട്ടും. മനസ്സിലായില്ലേ? 3/4ന്റെ അപ്പുറം നമുക്ക് കൂട്ടി നോക്കാം. 3/4 കൂട്ടണം 1/4 അല്ലേ? 1/4 എത്ര കിട്ടും നോക്കിയേ? ഛേദം തുല്യമാണ് അല്ലേ? അപ്പൊ 3 കൂട്ടണം 1 എത്രയാ? 4. 4/4 കിട്ടുമ്പോൾ എത്രയാ? 1. മനസ്സിലായില്ലേ? അപ്പൊ 1/4 അര മുക്കാൽ പിന്നെ 1. ഇനി നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മൾ 2 കഷ്ണം മത്തങ്ങയുടെ ഭാരം കണ്ടുപിടിച്ച എത്രയാണ്? 1/2 കിലോഗ്രാം. ഇനി എന്താ ക്വസ്റ്റ്യൻ? 4 കഷ്ണം അല്ലെ? 4 കഷ്ണങ്ങളുടെ ഭാരമോ? അപ്പൊ കണ്ടുപിടിക്കാം. 4 കഷ്ണം
4 കഷ്ണം മത്തങ്ങയുടെ ഭാരം. 4 കഷ്ണം മത്തങ്ങയുടെ ഭാരം അല്ലേ? എന്ത് ചെയ്യണം? നമുക്കറിയാം ഒരു കഷ്ണം മത്തങ്ങയുടെ ഭാരം എത്രയാ? 1/4 അല്ലേ? അപ്പൊ 4 കഷ്ണം മത്തങ്ങയുടെ ഭാരം എങ്ങനെ എടുക്കുക? ഈ 1/4ന്റെ 4 മടങ്ങ് എടുക്കുക. എന്ത് ചെയ്യും? 1/4 ഗുണിക്കണം 4. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? 1/4നെ 4 പ്രാവശ്യം കൂട്ടിയാലും മതി അല്ലേ? ഇത് രണ്ടും തുല്യമാണ്. എത്ര കിട്ടും? 1/4 ഗുണിക്കണം 4 എങ്ങനെ വരും? 4/4 അല്ലേ? ഇവിടെ നോക്ക് എത്ര 1/4 ഉണ്ട്? 4 എണ്ണലയുടെ ഒന്ന് അംശത്തിൽ എത്ര ഒന്നുകളുണ്ട്? 1 2 3 4 4 ഒന്നുകൾ. ഛേദം എല്ലാത്തിനും തുല്യമാണ്. ഛേദം തന്നെ എഴുതി. എത്ര കിട്ടും? 4 ആയിരിക്കണം 4 എത്രയാണ്? 1. അപ്പോൾ ഏതൊരു സംഖ്യയും അതേ സംഖ്യ കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും? 1 കിട്ടും. മനസ്സിലായില്ലേ? അപ്പൊ 4 കഷ്ണം മത്തങ്ങയുടെ ഭാരം എത്രയാണ്? 1 കിലോഗ്രാം. 1 കിലോഗ്രാം. മനസ്സിലായല്ലോ? ഇനി എന്താ അടുത്ത ക്വസ്റ്റ്യൻ? നോക്ക് 6 കഷ്ണമായാലോ? നോക്കാം. 6 കഷ്ണം മത്തങ്ങയുടെ ഭാരം. 6 കഷ്ണം മത്തങ്ങയുടെ ഭാരം എന്ത് ചെയ്യണം? ഈ 1/4ന്റെ 6 മടങ്ങ് എടുക്കും. 1/4 ഗുണിക്കണം 6 എങ്ങനെ വരും? ഇല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? 1/4നെ 6 പ്രാവശ്യം കൂട്ടിയാൽ മതി. ഞാൻ എങ്ങനെ എഴുതാം? ചുരുക്കി എഴുതാം. 6/4 കിട്ടും അല്ലേ? 6 ഗുണിക്കണം 1 6/4. എത്ര നോക്കിയേ? ഇവിടെ 6 ഇവിടെ 4. അപ്പൊ എന്ത് ചെയ്യണം? പിന്നെ ചെറുതാക്കാൻ പറ്റൂലേ? എങ്ങനെ ചെറുതാക്കുക? 6ഉം 4ഉം വരുന്നത് ഏതെങ്കിലും ഒരു ഗുണിതം നോക്കുക. 6ഉം 4ഉം വരുന്നത്. അപ്പൊ 2ന്റെ ഗുണിതത്തിൽ വരുന്നുണ്ടല്ലോ. 6ഉം വരുന്നുണ്ട് 4ഉം വരുന്നുണ്ട്. 6 എങ്ങനെയാ 2ന്റെ ഗുണിതത്തിൽ വരുന്നത്? 3 ഗുണിക്കണം 2 അല്ലേ? 3 ഗുണിക്കണം 2 6 4 2 ഗുണിക്കണം 2 അല്ലേ? അപ്പൊ കണ്ടോ 6/4 എന്ന് പറഞ്ഞ അർത്ഥം 3/2 കിലോഗ്രാം. മനസ്സിലായില്ലേ? അപ്പൊ 6 കഷ്ണം മത്തങ്ങയുടെ ഭാരം തന്നത് 3/2 കിലോഗ്രാം. അതുപോലെ തന്നെ 4 കഷ്ണം മത്തങ്ങയുടെ ഭാരം 1 കിലോഗ്രാം ആണ്. 2 കഷ്ണം മത്തങ്ങയുടെ ഭാരം 1/2 കിലോഗ്രാം. 1 കഷ്ണം മത്തങ്ങയുടെ ഭാരം 1/4 കിലോഗ്രാം. ഇത് തന്നിട്ടുണ്ട്. ബാക്കിയുള്ള നമ്മൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ നോക്കിയിട്ട് കണ്ടുപിടിക്കണം. മനസ്സിലായില്ലേ? സിമ്പിളാണ്. പഠിക്കാനും കുടിക്കാനും മാത്രം അറിഞ്ഞാൽ മതി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എന്താ ക്വസ്റ്റ്യൻ? ഒരു കപ്പിൽ 1/3 ലിറ്റർ പാല് നിറയ്ക്കാം. 2 കപ്പിൽ ആകെ എത്ര ലിറ്റർ നിറയ്ക്കാം? 4 കപ്പിലോ? എന്താ ഒരു കപ്പിൽ തന്നിട്ടുണ്ടല്ലേ? എഴുതി നോക്കാം നമുക്ക്. ഒരു കപ്പിൽ എത്രയാണ്? 1/3 ലിറ്റർ. അപ്പൊ ഒരു കപ്പിൽ നിറയ്ക്കുന്ന പാലിന്റെ അളവ് അല്ലേ? പാലിന്റെ അളവ്. ഒരു കപ്പിൽ നിറയ്ക്കുന്ന പാലിന്റെ അളവ് എത്രയാണ് പറഞ്ഞത്? 1/3 ലിറ്റർ. അപ്പൊ 1/3 ലിറ്റർ അല്ലേ? ഇതെന്താ അടുത്തത് പറഞ്ഞത്? 2 കപ്പിൽ ആകെ എത്ര ലിറ്റർ നിറയ്ക്കാം? നോക്കാം. അപ്പൊ 2 കപ്പിൽ നിറയ്ക്കുന്ന പാലിന്റെ അളവ് എത്രയായിരിക്കും? അറിയില്ലേ? നമുക്കറിയാം ഒരു കപ്പിൽ നിറയ്ക്കുന്ന പാലിന്റെ അളവ് എത്രയാ? 1/3 അല്ലേ? അപ്പൊ 2 കപ്പിൽ നിറയ്ക്കുന്ന പാലിന്റെ അളവോ ഈ 1/3ന്റെ 2 മടങ്ങ്. അപ്പൊ എങ്ങനെ എഴുതാം? 1/3 ഗുണിക്കണം 2 അല്ലെങ്കിൽ എന്ത് ചെയ്യാം? 1/3 കൂട്ടണം 1/3. ഇത് രണ്ടും തുല്യമാണ്. 1 ഗുണിക്കണം 2 എത്ര? 2. അപ്പൊ 2/3 അല്ലേ? 1 കൂട്ടണം 1 2. ഛേദം തുല്യമാണ്. അപ്പൊ 2/3 ലിറ്റർ. ഇനി എന്താ? അപ്പൊ 2 കപ്പിൽ നിറയ്ക്കുന്ന പാലിന്റെ അളവ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനിയിപ്പോ 4 കപ്പിലായാലോ? എഴുതി നോക്കാം. 4 കപ്പിൽ നിറയ്ക്കുന്ന പാലിന്റെ അളവ്. 4 കപ്പിൽ നിറയ്ക്കുന്ന പാലിന്റെ അളവ് എത്രയായിരിക്കും? ഒരു കപ്പിൽ നമുക്കറിയില്ലേ 1/3 ലിറ്റർ. അപ്പൊ 4 കപ്പിലാണെങ്കിൽ ഈ 1/3ന്റെ 4 മടങ്ങ്. അപ്പൊ എങ്ങനെ വരും? 1/3 ഗുണിക്കണം 4 സം എന്ത് ചെയ്യാം? ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? 1/3 കൂട്ടണം 1/3 കൂട്ടണം 1/3 കൂട്ടണം 1/3 എത്ര കിട്ടും? സമം എത്രയാ? 4/3 അല്ലേ? 1 ഗുണിക്കണം 4 4 4/3.
ഇല്ലെങ്കിൽ എത്ര ഒന്നുകളുണ്ട് അംശത്തിൽ? 1 2 3 4 അല്ലേ? 4 1 അപ്പോൾ 4 ഡിവൈഡ് ബൈ ചേർന്ന് തുല്യമാണ്. അതുകൊണ്ട് 4/3 ലിറ്റർ. ഇനി എങ്ങനെ എഴുതാം? ഈ 4/3 നമുക്ക് ഇങ്ങനെ എഴുതാം. ഇത് നോക്കിയേ, ഇത് ഭിന്ന രൂപത്തിലാണല്ലോ ഉള്ളത്. ഇനി നമുക്ക് എന്ത് എഴുതാം? വിഷമ ഭിന്നത്തിലേക്ക് മാറ്റിയിടാം. എങ്ങനെ വിഷമ ഭിന്നത്തിലേക്ക് മാറ്റുക? നോക്കിയേ, 4 ഹരിക്കണം 3. 4 ഹരിക്കണം 3 നോക്കാം. 4 എത്ര മൂന്നുകളുണ്ട്? ഒരു 3 അല്ലേ? ഒരു 3 3 അല്ലേ? ഇത് എന്ത് ചെയ്യണം? 4 3 പുറത്തു. അപ്പൊ എത്ര കിട്ടും? 1. അപ്പൊ ഇതെങ്ങനെ വിഷമ ഭിന്നത്തിൽ എഴുതുക? നോക്കിയേ, ഈ അരണഫലം ആദ്യം എഴുതുക. അരണഫലം ആദ്യം എഴുതുക. പിന്നെന്ത് എഴുതാം? ശിഷ്ടം ഡിവൈഡ് ബൈ ഏത് സംഖ്യ കൊണ്ടാണ് മരിച്ചത്? 3നെ കൊണ്ട്. അപ്പോൾ 1 1/3 ലിറ്റർ. മനസ്സിലായില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 3/4 മീറ്റർ വീതം 4 കഷ്ണം നാടയുടെ ആകെ നീളം എത്ര മീറ്റർ ആണ്? 5 കഷ്ണമായാലോ? എന്താ ക്വസ്റ്റ്യൻ? 3/4 മീറ്റർ വീതം 4 കഷ്ണം നാടയുടെ ആകെ നീളം എത്ര മീറ്റർ ആണ്? 5 കഷ്ണമായാലോ? നോക്കാം, നമുക്ക് ഇതെങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? ശ്രദ്ധിച്ചേ അല്ലേ? 3/4 മീറ്റർ വീതം. വീതം എന്ന് പറയുമ്പോൾ ഒരു കഷ്ണം നാടയുടെ അളവ് എത്രയായിരിക്കും? 3/4 അല്ലേ? 3/4 മീറ്റർ വീതം 4 കഷ്ണം നാടയുടെ ആകെ നീളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒരു കഷ്ണം നാടയുടെ നീളം എത്രയായിരിക്കും? 3/4 മീറ്റർ. അപ്പൊ അത് എഴുതിയാലോ നമുക്ക്? ഒരു കഷ്ണം നാടയുടെ നീളം എത്രയാ തന്നിട്ടുണ്ട്? 3/4 അല്ലേ? എത്ര തന്നതാ? 3/4. 3/4 എങ്ങനെ എഴുതല്? 3/4 സമം എത്രയാ? 3/4. ഞാൻ നേരത്തെ കാണിച്ചത് അല്ലേ? ആരെ എത്ര എഴുതേണ്ടത്? 3/4 എത്രയാ? ഞാൻ കാണിച്ചു തന്നത്. അപ്പൊ 3/4 മീറ്റർ അല്ലേ? ഇനി നോക്കാം, എന്താ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ 4 കഷ്ണം നാടയുടെ ആകെ നീളം എടുക്കാം. അപ്പൊ എന്ത് ചെയ്താം? 4 കഷ്ണം നാടയുടെ ആകെ നീളം സമം എന്ത് ചെയ്താൽ മതി? ഈ 3/4ന്റെ എത്ര മടങ്ങാ? 4 മടങ്ങ് കണ്ടാൽ മതി. എങ്ങനെയാ കാണാം? 3/4 3/4 ഗുണിക്കണം 4. അല്ലെങ്കിലോ ഈ 3/4നെ 4 പ്രാവശ്യം കൂട്ടിയാലും മതി. 3/4 കൂട്ടണം 3/4 കൂട്ടണം 3/4 കൂട്ടണം 3/4. ഈസിയാണ്. ഓക്കെ, 3 ഗുണിക്കണം 4 എത്രയാ? 12. അപ്പൊ 12/4. നോക്കി ഇത് കൂട്ടി നോക്ക്. 3 6 9 12. എന്തുകൊണ്ട് ഇങ്ങനെ ഡയറക്റ്റ് കൂട്ടുന്നത്? ഛേദങ്ങളെല്ലാം തുല്യമാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഡയറക്റ്റ് തന്നെ കൂട്ടാം. അപ്പൊ 12/4 നോക്കിയേ, 12ന് എത്ര കൊണ്ട് ഹരിക്കേണ്ടത്? 4 കൊണ്ടല്ലേ ഹരിക്കണ്ടേ? 12 ഹരിക്കണം 4. അപ്പൊ എന്ത് നോക്കണം? 4ന്റെ ഗുണിതത്തിൽ 12 വരുന്നുണ്ടോ എന്ന് നോക്കണം. വരുന്നില്ലേ? അറിയാം. എത്രയാ? 3 4 12 അല്ലേ? 12 12 കുറച്ച് എത്ര കിട്ടി? 0 കിട്ടി. അപ്പൊ എത്ര മീറ്ററാ? 3 മീറ്റർ. അപ്പൊ 4 കഷ്ണം നാടയുടെ ആകെ നീളം എത്രയാണ്? 3 മീറ്റർ. നോക്കിയേ, 5 കഷ്ണമായാലോ? കണ്ടുപിടിക്കാം. 5 കഷ്ണം നാടയുടെ ആകെ നീളം എത്രയായിരിക്കും? എന്ത് ചെയ്താൽ മതി? ഈ 3/4ന്റെ 5 മടങ്ങ് കണ്ടാൽ മതി. അപ്പൊ എങ്ങനെ വരും? 3/4 ഗുണിക്കണം 5. എങ്ങനെ കിട്ടും? ഇല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? 3/4 5 പ്രാവശ്യം കൂട്ടിയാലും മതി. നോക്കിയേ, 3 ഗുണിക്കണം 5 എത്ര? ഗുണനം പഠിച്ചിരിക്കണം, നിർബന്ധമാണ്. അപ്പൊ 3 ഗുണിക്കണം 5 15. 15/4 മീറ്റർ. ഇതെന്താ? ഇത് പിന്നെ ഭിന്നസംഖ്യാ രൂപമാണ് അല്ലേ? പിന്നെ നമുക്ക് ചെറുതാക്കി കൂടെ? അപ്പൊ എന്ത് ചെയ്യണം? വിഷമ ഭിന്നത്തിലേക്ക് മാറ്റണം. എങ്ങനെ വിഷമ ഭിന്നത്തിലേക്ക് മാറ്റുക? ഈ 15നെ 4 കൊണ്ട് ഹരിക്കുക. നോക്കിയേ, എങ്ങനെ ഹരിക്കണത് നോക്ക്. ഇവിടെ 15 അല്ലേ? 4ന്റെ ഗുണിതത്തിൽ എന്തില്ല? 15 ഇല്ല. അപ്പൊ 4ന്റെ ഗുണിതത്തിൽ 15ന് തൊട്ട് താഴെ വരുന്ന സംഖ്യ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. നോക്കിയേ, 1 4 4 4 8 3 4 12 4 16ആണ്. അത് 15നേക്കാളും വലുതാണ്. അപ്പൊ അത് പറ്റില്ല. അപ്പൊ ഏതാണ്? 3 4 12. കുറച്ച് നോക്കാം. 5ന് 2 കുറച്ചാൽ എത്രയാ? 3 അല്ലേ? 1 3 കുറച്ചാൽ 0. അപ്പൊ ശിഷ്ടം 3. അപ്പൊ എങ്ങനെയാ സംഖ്യകൾ എഴുതുക? നോക്കിയേ, ഈ അരണഫലം ആദ്യം എഴുതുക 3. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ട് ശിഷ്ടം
3 ഏത് സംഖ്യയാണ് കൊണ്ട് ഹരിച്ചത്? ആ സംഖ്യ ഡിവൈഡ് ബൈ 4. അപ്പോൾ 3.25 മീറ്റർ. മനസ്സിലായില്ലേ? 15/4 മീറ്റർ എന്നൊന്നും അർത്ഥം 3.25 മീറ്റർ. നമുക്കറിയാം 4 കഷ്ണത്തിന് എത്രയാണ്? 3 മീറ്റർ അല്ലേ? പിന്നെ അഞ്ചാമത്തെ കഷ്ണമാകുമ്പോൾ എത്ര? 3/4 മീറ്റർ കൂടി അല്ലേ? അപ്പോൾ എത്രയാണ്? 3.25 മീറ്റർ. മനസ്സിലായില്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒരു കളിസ്ഥലത്തിന് ചുറ്റും ഒരു പ്രാവശ്യം നടക്കാൻ 1/4 മണിക്കൂർ സമയം വേണം. ഇതേ വേഗത്തിൽ 4 പ്രാവശ്യം നടക്കാൻ എത്ര സമയം വേണം? അതുപോലെ തന്നെ 7 പ്രാവശ്യം നടക്കാനും. അപ്പൊ എന്താ തന്നിട്ടുള്ളത്? ഒരു കളിസ്ഥലത്തിന് ചുറ്റും ഒരു പ്രാവശ്യം നടക്കാൻ എത്ര സമയം വേണം തന്നിട്ടുണ്ട്? 1/4 മണിക്കൂർ അല്ലേ? എഴുതി നോക്കിയാലോ? എഴുതി നോക്കാം. എന്താ? ഒരു കളിസ്ഥലത്തിന് ചുറ്റും ഒരു പ്രാവശ്യം നടക്കാൻ വേണ്ട സമയം എത്രയാണ്? വേണ്ട സമയം നോക്കിയേ, 1/4 മണിക്കൂർ അല്ലേ? 1/4 മണിക്കൂർ അല്ലേ? അതെ. എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേ? ഇതേ വേഗത്തിൽ 4 പ്രാവശ്യം നടക്കാൻ എത്ര സമയം വേണം അല്ലേ? അപ്പോൾ എഴുതി നോക്കാം. 4 പ്രാവശ്യം നടക്കാൻ വേണ്ട സമയം എങ്ങനെയാ കണ്ടുപിടിക്കുക? ഒരു പ്രാവശ്യം നടക്കണമെങ്കിൽ എത്ര വേണം? 1/4 മണിക്കൂർ അല്ലെങ്കിൽ 1/4 മണിക്കൂർ അല്ലേ? അപ്പോൾ 4 പ്രാവശ്യം നടക്കാനോ ഈ 1/4ന്റെ 4 മടങ്ങ് കണ്ടാൽ മതി. അപ്പൊ എങ്ങനെ എഴുതുവാൻ നോക്കിയാൽ 1/4 ഗുണിക്കണം 4 എങ്ങനെ വരും? ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? 1/4 കൂട്ടണം 1/4 കൂട്ടണം 1/4 കൂട്ടണം 1/4. ഇത് രണ്ടും തുല്യമാണ്. 1/4 ഗുണിക്കണം 4ഉം 1/4 4 പ്രാവശ്യം കൂട്ടുന്നതും തുല്യമാണ്. എത്ര കിട്ടും? 4/4 അല്ലേ? 1 ഗുണിക്കണം 4 4 4/4 4/4 എത്ര? 1 മണിക്കൂർ. 4നെ 4 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 1. അപ്പൊ എത്രയാ? 1 മണിക്കൂർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ശ്രദ്ധിച്ചേ. 7 പ്രാവശ്യം നടക്കാനോ? നമുക്ക് എത്ര? 4 പ്രാവശ്യം നടക്കേണ്ട സമയം കണ്ടുപിടിച്ചു അല്ലേ? അപ്പൊ നമുക്ക് 7 പ്രാവശ്യം നടക്കേണ്ട സമയം കണ്ടുപിടിക്കാം. 7 പ്രാവശ്യം നടക്കാൻ എന്താ വേണ്ട സമയം. അപ്പൊ എന്ത് ചെയ്യണം? ഈ 1/4ന്റെ 7 മടങ്ങ് കണ്ടാൽ മതി അല്ലേ? സമന്തായിരിക്കും. 1 ഗുണിക്കണം 7 7/4 അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? 1/4നെ 7 പ്രാവശ്യം കൂട്ടിയാലും മതി. നോക്കിയേ, 7/4 മണിക്കൂർ. ഇതെന്തിനാ തന്നിട്ടുള്ളത്? ഭിന്ന രൂപത്തിലല്ലേ തന്നിട്ടുള്ളത്? നമുക്ക് ഇതിലേക്ക് മാറ്റാം, വിഷമ ഭിന്നത്തിലേക്ക് മാറ്റാം. അപ്പോൾ ചെറുതാവും. നോക്കിയേ, എങ്ങനെ വിഷമ ഭിന്നമാണെന്ന് നോക്ക്. 7നെ 4 കൊണ്ട് വെച്ചു അല്ലേ? 7ന് എത്ര 4കളുണ്ട്? 1 4. അപ്പോൾ 1 4. 1 ഗുണിക്കണം 4 4. 7ന് 4 കുറച്ചാൽ എത്ര? 3 അല്ലേ? അപ്പൊ എങ്ങനെ എഴുതുക? ഈ ഹരണഫലം ഫസ്റ്റ് എഴുതണം ആദ്യം. 1 പിന്നെ ശിഷ്ടം. അംശത്തിൽ എന്ത് വരും? ശിഷ്ടം വരും. ഛേദത്തിൽ ഏത് സംഖ്യ കൊണ്ടാണ് ഹരിക്കേണ്ടത്? ആ സംഖ്യ 4. മനസ്സിലായില്ലേ? 4 മണിക്കൂർ അല്ലേ? 4 മണിക്കൂർ. ശ്രദ്ധിച്ചോ, 7/4 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്രയാ? 1/4 മണിക്കൂർ. മനസ്സിലായില്ലേ? 7നെ 4 കൊണ്ട് വെച്ചാൽ എത്ര കിട്ടും? 1/4 മണിക്കൂർ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇനി വേറെ രീതിയിലും എഴുതാം. എങ്ങനെ? 7/4 നമുക്ക് എങ്ങനെ എഴുതാം? 4/4 കൂട്ടണം 3/4 അല്ലേ? 4/4 കൂട്ടണം 3/4 അല്ലേ? 4/4 എത്രയാ? നമുക്കറിയാം 4/4 എന്ന് പറഞ്ഞത് 1 അല്ലേ? 1 പ്ലസ് 3/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 3/4. ഇങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ എളുപ്പത്തിൽ ചെയ്യാനും പറ്റും. ഏത് രീതിയാണ് ഇഷ്ടം നിങ്ങൾക്ക് ആ രീതി തിരഞ്ഞെടുക്കാം. മനസ്സിലായില്ലേ? ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.